പുതിയ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ വന്നിരിക്കുന്ന ഒരു ടിപ്പായിട്ടാണ്. ഇപ്പൊ മാങ്ങാക്കാലമല്ലേ, മാങ്ങാക്കാലം പഴുത്താൽ പുഴു വരും. അതുകൊണ്ട് തന്നെ പുഴു വരാണ്ടിരിക്കാൻ ഒരു ഐഡിയ കൊണ്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഈ വീഡിയോക്ക് പോവാം. ആദ്യം നമ്മൾ എല്ലാം ചൂടുവെള്ളം പകലിൽ ഒഴിക്കാം. കൂടുതലാണെങ്കിൽ കുറച്ച് പച്ചവെള്ളം കൂടി വെക്കാം. കൈ ഇട്ടാൽ ചൂടാവാത്ത ചൂടാണ് നമ്മൾക്കൊരു കൈ നേരേക്ക് ഇടാം. നന്നായി ഇളക്കാം. പഴുപ്പിക്കാനുള്ള കുറച്ച് മാങ്ങ ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് 5 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. ഇത് ഇപ്പൊ 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇതിന്ന് മാങ്ങ എടുത്തിട്ട് നന്നായി തുടച്ചെടുത്ത് വെക്കാം. ഇത് നന്നായി ഒരതി കഴുകിട്ട് ഇട്ടുക. ഒരു നല്ല തുണി വെച്ച് നന്നായി തുടച്ചിട്ട് കാർഡ്ബോർഡ് പെട്ടിയിൽ പഴുപ്പിക്കാൻ വെക്കാം. അതുപോലെ ചാക്കിൽ പഴുപ്പിക്കാൻ വെക്കാം. ഇത് നന്നായി തുടയ്ക്കാം. ഇത് തുടച്ചു. ഇനി നമുക്ക് ഇത് ചാക്കിക്ക് നമ്മളിപ്പോ എടുത്ത് വെക്കുന്നത് ചാക്കിലാണ്. ഗൈസ്, നമ്മള് മുന്നേ ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് പഴുപ്പിക്കാൻ വെച്ചിരുന്ന മാങ്ങയാണിത്. ഇത് പിയൂർ മാങ്ങയാണ്. ഇത് പച്ചയിൽ തിന്നാൻ ടേസ്റ്റ് ഉണ്ട്, എന്നാലും പഴുക്കുമ്പോൾ ഇത് പെട്ടെന്ന് പുഴു വരികയാണ്. പഴുത്താൽ എന്തായാലും ഇത് പുഴു വരാറുണ്ട്. അപ്പം ഞങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. നോക്കിയിട്ട് പഴുത്ത് ഇത് മുറിച്ച് കഴിച്ചു നോക്കിയിരിക്കുന്നത്. അപ്പം അതിൽ പുഴൊന്നുമില്ല. ഇനി ഇത് നമുക്ക് മുറിച്ച് നോക്കാം, പുഴുണ്ടോ എന്നുള്ളത് നോക്കാം. അപ്പോൾ ആദ്യം ഒന്ന് ഞങ്ങൾ ടെസ്റ്റ് ചെയ്തതിന് ശേഷം സക്സസ് ആയെങ്കിൽ നിങ്ങൾക്ക് കാണിക്കാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് സക്സസ് ആയി എന്ന് തോന്നിയത് കൊണ്ടാണ് ഞങ്ങളിപ്പോൾ വേറെ മാങ്ങ കിട്ടിയപ്പോൾ വീണ്ടും അതുപോലെ ചെയ്തിട്ട് വീഡിയോ നിങ്ങൾക്ക് അയച്ചു തന്നത്. ആ മാങ്ങ ഇനി പഴുത്ത് കഴിഞ്ഞാൽ വേണമെങ്കിൽ ഞാൻ മുറിച്ച് കാണിച്ചു തരാം. ഇപ്പോൾ മുന്നത് അങ്ങനെ ചെയ്ത് വെച്ചതാണല്ലോ. അപ്പോൾ ഇതൊന്ന് നമുക്ക് മുറിച്ച് നോക്കാം. ഓക്കെ, ഒരു കുഴപ്പമില്ല, കണ്ട നല്ല ക്ലീൻ ആയിട്ടുണ്ട്. ഇത് സാധാരണ എന്തായാലും പുഴു വരാറുണ്ട്, അറിയാവുന്ന കാര്യമാണ്. പക്ഷെ ഇതിങ്ങനെ ചെയ്തത് കൊണ്ടായിരിക്കാം ഇതിൽ പുഴുവൊന്നും വന്നില്ല. നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. കണ്ട, അപ്പുറത്തെ സൈഡിലും പുഴുവൊന്നുമില്ല. കണ്ട, ഒരു കുഴപ്പമില്ല. അപ്പം ഇനി പിയൂർ മാങ്ങയൊന്നും പഴുത്ത കഴിക്കാൻ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ച് വിഷമിക്കേണ്ട ആവശ്യമില്ല. ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കൂ, എന്തായാലും സക്സസ് ആവും. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.